ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു UPSന്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഗായ്സ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാണ് സാധനം. നിങ്ങളിപ്പോൾ അൺബോക്സ് ചെയ്ത് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധനം ഇല്ല, ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ എടുക്കാത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാക്കിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററി സേവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണാൻ പറ്റും. അതുപോലെ 2% ഇൻക്രീസ് ആവും, ലൈഫ് ഇൻക്രീസ് ആവും എന്നും പറഞ്ഞ് കിടപ്പുണ്ട് ബാറ്ററിയിൽ. അതുപോലെ തന്നെ സർജ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 60 VA എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 360 വാട്ട്സ് പീക്ക് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 4 തൊട്ട് 6 മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ചാർജിങ് ടൈം പറയുന്നത്. അതുപോലെ 2 വർഷം വാറണ്ടി ഉണ്ട് ഗൈസ്, ഇൻക്ലൂഡ് ബാറ്ററിക്കാണ് 2 വർഷം വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ക്വൈറ്റ് സൗണ്ട് ലെസ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് ഗൈസ്, അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ BSI സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ്. ടൈമിംഗ് ഇതിൽ കിടക്കുന്നത് 27 മിനിറ്റ് എന്നാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം, കാരണം ഞാൻ ഇത് അൺബോക്സ് ചെയ്തെങ്കിൽ ഇതുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാലും അവരെ ലോഗോവും കാര്യങ്ങളും ബ്രാൻഡും നെയിമും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബില്ല് കാര്യങ്ങൾ അതൊക്കെയാണ്. ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാലും വലിയ ഒന്നുമില്ല ഗൈസ്, അവർ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഗൈസ്. പിന്നെ ടോപ്പ് സൈഡിനായിട്ട് ബാറ്ററി റീസൈക്കിൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. അതായത് ബാറ്ററി സേവർ മോഡ് ഓഫ് ചെയ്തിട്ടിട്ടാണെങ്കിൽ നമുക്ക് സമയം കൂടുതൽ കിട്ടും. അതുപോലെ ഓൺ ആക്കിയിട്ടാണെങ്കിൽ കുറച്ച് നേരമേ കിട്ടും, കാരണം ബാറ്ററി ഫുൾ ഡ്രെയിൻ ആവാൻ വേണ്ടി ആ ഒരു ഫങ്ഷൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പെർഫോമൻസ്ഡ് PC, അതായത് 22 LCD മോണിറ്ററുള്ള ഒരു നല്ല പെർഫോമൻസ് ആയിട്ടുള്ള ഒരു PC ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 9 മിനിറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്, അതായത് ബാറ്ററി സേവർ ഓഫ് ചെയ്ത ടൈമിന്. പക്ഷെ ഓൺ ആക്കിയപ്പോൾ 4 കിട്ടുള്ളൂ എന്നാണ് അവർ കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ 19 ഇഞ്ച് LCD മോണിറ്റർ ആണെന്നുണ്ടെങ്കിൽ 14 മിനിറ്റ് ഓഫ് ചെയ്തിട്ടിട്ടും 7 മിനിറ്റ് ഓൺ ആക്കിയിട്ടിട്ടും കിട്ടും. അതുപോലെ ആൾ ഇൻ വൺ PC ഉണ്ടല്ലോ, അതായത് മോണിറ്ററിൽ തന്നെ CPU കൂടെയൊക്കെ ചേർന്ന് വേണ PC ഉണ്ട്. അങ്ങനത്തെ PC 15 ഇഞ്ചിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 27 മിനിറ്റ് കിട്ടും. ഇതിനാണ് അവർ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്, കൂടുതൽ സമയം കിട്ടുന്നതിന്. അതുപോലെ ഓൺ ആക്കിയിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ 14 മിനിറ്റേ കിട്ടുള്ളൂ. ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് 27 മിനിറ്റ് കിട്ടും, ഓൺ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ 14 മിനിറ്റും കിട്ടും ഗൈസ്. ഇനിയിപ്പോൾ നിങ്ങളുടെ UPS വർക്ക് ആവണില്ല, കറക്റ്റായിട്ട് വർക്ക് ആവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസിലൊക്കെ വിളിച്ച് ബന്ധപ്പെടാമെന്നാണ്. അവരത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ അവർ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടാനാണ് കിടക്കുന്നത് ഗൈസ്. പിന്നെ ഗൈസ്, എന്തൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റണ ഒരു ബില്ലാണ്, അതായത് നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇത് മേടിച്ചെന്നുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ബില്ലുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ആമസോണിൻ്റെ ബില്ലാണത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇത് ചെക്ക് ചെയ്ത് നോക്കിയതിൻ്റെ ബില്ലാണ്. അതിൻ്റെ അകത്ത് അവർ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഏതൊക്കെ പാസ്സായിട്ടുണ്ട്, പാസ്സായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് സാധാ എല്ലാ ഇത് ബോക്സിലുള്ള പോലെ തന്നെ ഒരു മാനുവൽ ഉണ്ടായിരുന്നു. വലിയൊരു പേപ്പറാണിത്. പേപ്പർ എന്ന് പറയുന്നത് വലിയൊരു ബുക്ക് കണക്കത്തെ സംഭവമാണ്. ഇതിന് എത്രയും വലിയ മാനുവലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. വലിയ ഓപ്ഷനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും. പക്ഷേ ഇത് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, ഇത് എങ്ങനെയാണ് മെയിൻ്റെനൻസ് ചെയ്ത് ഉപയോഗിക്കാനുള്ള, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു മാനുവലാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നേരെ UPSലോട്ട് പോകാം ഗൈസ്. UPS എന്ന് പറയുമ്പോഴത്തേക്കും
ഗൈസ് UPS എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 4.5 കിലോ വെയിറ്റ് ഉണ്ട് ഇതിന്. ഗൈസ് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബാക്കിലുള്ള പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 3 പോർട്ടാണ് നമുക്കിവിടെ ഉള്ളത് ഔട്ട് വരുന്നതായിട്ട്. അതുപോലെ താഴെയായിട്ട് വയറും കാണാൻ പറ്റും ഗൈസ്. ഈ വയറെന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാനുള്ളതാണ്, ഈ UPS ചാർജ് ചെയ്യാൻ അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ 3ലും സെയിം ഓപ്ഷനാണ് ഉള്ളത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് നോക്കാനായിട്ട് ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഒന്ന് തിരിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഫ്രണ്ട് നോക്കാനായിട്ട് ഏകദേശം ഇതാണ് ഫ്രണ്ട്. ഇവിടെ ഈ ഒരു കൈ പിടിച്ചേക്കണുണ്ടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് പവർ സ്വിച്ച്. അതിൻ്റെ ഇപ്പുറത്തുള്ള ബാറ്ററി സേവ് സ്വിച്ചാണ് ഗൈസ് അതിൻ്റെ രണ്ടാമതുള്ളത്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ LED ഇൻഡിക്കേറ്ററാണ്. കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാനും പറ്റും. ഇത് അവിടെ എവിടെയും വെച്ചിട്ട് വരാം. ഏകദേശം 4.5 കിലോ അടുപ്പിച്ചാണ്ട് ഉണ്ട് ഗൈസ് അത്. പക്ഷേ അതിനെക്കാട്ടി വെയിറ്റ് ഉള്ളതെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം, ഇതിന്റെ ബാക്കിൽ നിന്ന് കറണ്ട് വരും. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അറിയാതെ തന്നെ ഓണായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ കറണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കറണ്ട് 230 വാട്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇത് ചെയ്യാവുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ CPUവിൻ്റെ നിന്ന് വരുന്ന വയർ. അതുപോലെ ഇതെന്ന് പറഞ്ഞത് മോണിറ്ററിൽ നിന്ന് വരുന്ന വയറാണ് ഗൈസ്. അപ്പോൾ ഇവിടെയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പോൾ ആഡിയോ ഇത് കൊടുക്കുന്നില്ല. ഇതിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിൽ കണക്ട് ചെയ്യാനില്ല, കാരണം ഇതിൽ കുറച്ച് പവറിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ ഇതിലോട്ട് കൊടുക്കുള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ വയർ ഇതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മോണിറ്ററിൻ്റെ വയറും അതുപോലെ CPUവിൻ്റെ വയർ ഊരിയിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം ഗൈസ്. ഗൈസ് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കാമെന്നും പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കണ്ടേ കുറച്ച് ഗ്യാപ്പ് വേണം. കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സുഖമായിട്ട് കയറി പോയേനെ. പക്ഷേ ഇപ്പോൾ തൽക്കാലം അവിടെ വെക്കാൻ പറ്റില്ല ഗൈസ് നമുക്ക്. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് വെച്ചിട്ട് നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇവിടെ അത്യാവശ്യം നല്ല ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചാൽ തറയെ വെച്ച് കഴിഞ്ഞാൽ ഓർക്കൂല ഗൈസ്, എളുപ്പം കാലാനും കയറി തട്ടയും. അതുമല്ല ഇത് ഓണാക്കാനും എളുപ്പം ഇവിടെ ഇരിക്കുമ്പോഴാണ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ ഈ സിസ്റ്റം കാര്യങ്ങളെല്ലാം ആഡിയോ സെറ്റപ്പ് എല്ലാം അടിയിലും ആക്കാം. അതുപോലെ ബാക്കിയുള്ള CCTVൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വെക്കാമെന്നൊക്കെയാണ് വിചാരിച്ചാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്കിപ്പോൾ സെറ്റ് ചെയ്യാം ഗൈസ്. ഇതൊന്ന് ആദ്യം മൊത്തം പൊടിയായിരിക്കണം. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അവിടെ വയ്ക്കാം. അപ്പോൾ ഗൈസ് അത്യാവശ്യം പറ്റണ രീതിയൊക്കെ തുടച്ച് ക്ലീൻ ആക്കി. അതുപോലെ നമ്മൾ CPUവിൻ്റെയും ഇതിൻ്റെയൊക്കെ വയർ, മോണിറ്ററിൻ്റെയൊക്കെ വയർ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി UPS എടുത്ത് വെക്കാം. എൻ്റെ പൊന്നെ, ഇത് 5-6 കയ്യിലെടുക്കുമ്പോൾ തന്നെ മസിലൊക്കെ കയറും ഗൈസ്, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ 3 പോർട്ടാണ് ഇതിലുള്ളത് കണക്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഇതിലും കണക്ട് ചെയ്യാം. എന്താവുമെന്ന് കണ്ടറിയാം. കറക്റ്റ് പോർട്ടൊക്കെ കറക്റ്റാണ് ഗൈസ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എൻ്റെ പൊന്നെ, കയറാൻ കുറച്ച് ടൈറ്റ് ഉള്ളത് പോലെ ഒരു തോന്നൽ. എന്തായാലും ഞാൻ രണ്ടും കണക്ട് ചെയ്തിട്ട് നേരെ വെച്ചിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്ലക്ക് ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓണാക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യം വെച്ചത്. പക്ഷേ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും കൈ ബാക്കിൽ കൂടെ ഇടാൻ ഇത്തിരി പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അത് പിന്നെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം ഗൈസ്. എന്തായാലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ആദ്യം ഞാൻ ഇത് ഓണാക്കുകയാണ്. ഓണാക്കി. അപ്പോൾ ഇതിൽ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഗൈസ്, ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജിങ് ആണ്. അതുപോലെ റെഡാണ് ഇവിടെ കത്തണമെന്നുണ്ടെങ്കിൽ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യാറായി എന്നുള്ളതിൻ്റെ സൈനാണ്. അതുപോലെ ഇവിടെ ഫുള്ള് ചാർജ് ആയിക്കഴിഞ്ഞാൽ ഇത് ഓഫായി പോകും ഗൈസ്. കൊണ്ടുവന്ന സമയത്ത് കുറച്ച് നേരം ഇട്ട് ചാർജ് കയറ്റിയായിരുന്നു. എനിക്കൊന്ന് 1-2 മണിക്കൂർ കൊണ്ട് ഞാൻ ഓണാക്കി ഇട്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓഫായി, എന്നാലും ഞാൻ ഓണാക്കി ഇട്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. ഓണാക്കാനായിട്ട് ഇതിൽ ഞെക്കിയാൽ മതി. ലൈറ്റൊക്കെ ഒന്ന് മിന്നണുണ്ട് ഗൈസ്. ലൈറ്റൊക്കെ ഒന്ന് മിന്നിയിട്ടാണ് ഓണായത്. എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കണുണ്ട്. സംഭവം ഓവർലോഡായിരിക്കും. ഓക്കെ ഗൈസ്, സംഭവം ഇത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ CPU ഒന്ന് ഓണാക്കി വെക്കാൻ പോവുകയാണ്. CPU ഓണായിട്ടുണ്ട്. മോണിറ്റർ ആദ്യമേ ഓണായി ഗൈസ്. വേറെ വിഷയങ്ങളൊന്നും കാണുന്നില്ല. എനിക്ക് ഈ ഫ്ലക്ക് കണക്ട് ഇത് കറക്റ്റ് തന്നെ. പക്ഷേ ഇത് രണ്ടും കണ്ടോ,
ഇതിൽ UPS കണക്ട് ചെയ്തേക്കുന്ന 2 ഫ്ലക്കും ലൂസ് പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് അതുകൊണ്ടൊരു വിഷയം തോന്നുന്നുണ്ട്. ലൈറ്റ് മിന്നണുണ്ട് കേട്ടോ ഗൈസ് ഇത് ഓണാക്കിയിട്ട സമയത്ത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇത് വർക്കിംഗ് ആണ്. CPU ഓണാക്കിയിട്ടുണ്ട്. എല്ലാ മോണിറ്ററും വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ ഞാൻ ഗൈസ് ഇവിടെ ഒരു ബാറ്ററി സേവ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് ബട്ടൺ. അതും കൂടെ ഒന്ന് ഞാൻ നെക്കി നോക്കാൻ പോവുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയാം. അത് നെക്കി വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ അകത്തൊരു ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. നല്ലൊരു ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട് അത്യാവശ്യം, പക്ഷേ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഗൈസ് ഈ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഈ ബാക്കിലുള്ള സ്വിച്ച് ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാം. എന്തോ ഒരു മൂളൽ കേൾക്കണുണ്ട് ഗൈസ്. അല്ലാതെ കമ്പ്യൂട്ടറിന് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഓണാണ്. എവിടുന്ന് കൂന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു മൂളൽ കേൾക്കുന്നുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. കമ്പ്യൂട്ടർ ഇപ്പോഴും വർക്കിംഗ് ആണ്. എല്ലാം ഓണൊക്കെയാണ്, കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഞാൻ വീണ്ടും ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാം. ഓണായി. ചാർജിങ്ങിൻ്റെ ലൈറ്റ് കത്തി ഗൈസ്. ചാർജിങ് ആവുകയാണ്. അപ്പോൾ സംഭവം വേറെ വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം ഓണാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. നിങ്ങൾ അവിടെ എന്ന് വെച്ചാൽ നല്ല കറണ്ടിൻ്റെ കട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ സ്റ്റേബിളായിട്ട് ഒരു കറണ്ട് കിട്ടാത്തൊരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഇതുപോലത്തെ UPS മേടിച്ച് വെക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം സാധാ ഒരു UPSനെയും കാട്ടി നല്ലൊരു മോഡലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല ചാർജ് നിൽക്കണുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എത്ര നേരം ചാർജ് നിൽക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇനി പറയാനായിട്ടുള്ള ഗൈസ്, അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ സാധാ ഒരു നമ്മളിപ്പോൾ UPS മേടിക്കണേക്കാട്ടി സെയിം വാൾട്ടുള്ള ഒരു UPS മേടിക്കണേക്കാട്ടി ഒരു 1000 രൂപ അടുപ്പിച്ചാണ്ട് കൂടുതലുണ്ട്. 1000 ഏകദേശം 1000 രൂപ അടുപ്പിച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ആമസോണിലായുണ്ട്. വേറെ വല്ലത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ബ്രാൻഡുകളിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇതൊരു നല്ല ബ്രാൻഡാണ്. മോഡലിങ്ങും അതുപോലെ ബാറ്ററി സേവ് എന്നതിന് പുതിയൊരു ഫീച്ചർ അവർ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ വെച്ചിട്ട് നല്ലൊരു ഇതാണ്. പിന്നെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ, കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് ഇതിൽ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇനിയിപ്പോൾ ഒരു 2-3 മാസം ഉപയോഗിച്ചെങ്കിലേ എനിക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. പിന്നെ മെയിനായിട്ട് പിന്നെ ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് തന്നെ 10 ms സ്പീഡിലാണ് ഇത് സ്വിച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് ആകെ ഒരു വിഷയം വന്നത്, ഇത് ഓണാക്കിയ സമയത്ത് ലൈറ്റ് എല്ലാം കിടന്ന് മിന്നി. അത് എന്തെന്ന് ഇനിയിപ്പോൾ നോക്കണം കഴിച്ച്. ഇനി ഫ്ലക്കാനും ലൂസ് ആയതാണ്, അതിന് വേറെ വലിയ വിഷയമാണോ എന്ന് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം, ഇത് എത്ര മണിക്കൂർ ഇത് ഓണാക്കി ഇടാമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതും ഇനി ഞാൻ ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് എത്ര മണിക്കൂർ ഇനി ഓണാക്കിയിട്ട് കുഴപ്പമില്ല, അത് ഇനി ഒരു ദിവസം മൊത്തത്തിൽ ഓണാക്കിയിട്ടാലും കുഴപ്പമുണ്ടായില്ല എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇതിൽ വൈഫൈയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. വൈഫൈ മോഡം അതെല്ലാം കണക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, വലിയ വിഷയമൊന്നും കാണുന്നില്ല. അപ്പോൾ ഗൈസ് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ കുറേ വീഡിയോകൾ ഞാൻ ഇനി ഇടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്, ഞാൻ അതിന് റിപ്ലൈ തരാം. അതുപോലെ ഇനി എന്താ പറയാനുള്ള ഒന്നുമില്ല. അപ്പോൾ ഗൈസ് ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.